ഫെസ്റ്റിവൽ സീസൺ ചിക്കൻ കടക്കാർക്ക് പണിയാകുന്നത് എന്തുകൊണ്ട്? ചിക്കൻ കടക്കാരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റംസാൻ, ഓണം, ക്രിസ്മസ് പോലെയുള്ള ഫെസ്റ്റിവൽ സമയങ്ങളിൽ അമിതമായി ചിക്കൻ വേസ്റ്റ് ഉണ്ടാകുന്നത്. അത് സാധാരണ ദിവസങ്ങളിലെക്കാട്ടും 5 ഇരട്ടിയായിരിക്കും. അന്നേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഈ വേസ്റ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടേണ്ടി വരുന്നവരാണ് പലരും. അങ്ങനെ വിഷമിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സാധാരണ ദിവസങ്ങളിൽ പന്നി ഫാമുകളിലേക്കും മറ്റുമായിട്ട് ഇതെടുക്കാൻ ആളുകൾ കുറേ വരുമെങ്കിലും ഉത്സവ സീസണുകളിൽ ഇതാരും തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴത്തേനും ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ ഭയങ്കര ദുർഗന്ധവും അയൽവാസികളുടെ പരാതിയും ഉറപ്പാണ്. ഇത് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ കേസ് ഉറപ്പാണ്, പഞ്ചായത്തിന്റെ നോട്ടീസും കിട്ടും. ഇത്രയും നാളത്തെ വേസ്റ്റ് കളക്ഷൻ ചെയ്തും ട്രെൻഡറിംഗ് പ്ലാന്റ് നടത്തിയും ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ആദ്യം ചെയ്യേണ്ടത് അത്രയേറെ വിശ്വാസമുള്ള ഒരു ഏജൻസിയെ കണ്ടുപിടിച്ച് അവർക്ക് മാത്രം വേസ്റ്റ് കൊടുക്കുക. റെഗുലറായിട്ട് കളക്ഷൻ സംവിധാനമുള്ളവർക്ക് മാത്രമേ വേസ്റ്റ് കൊടുക്കാവൂ. അതുപോലെ തന്നെ തലേദിവസം തന്നെ അവരോട് ബിന്നുകൾ കൊണ്ടുവെക്കാൻ പറയും. ഇങ്ങനെയുള്ള ഒരു ഏജൻസിയെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം സാധനം കൊണ്ടുപോകുന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ലൈസൻസ്, ബില്ല്, കളക്ഷൻ റെക്കോർഡ് എന്നിവയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിയമ നടപടികളെക്കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഷോപ്പ് ലാഭത്തിലാക്കാൻ വിൽപ്പന മാത്രം പോരാ, വേസ്റ്റ് മാനേജ്മെൻറ്റും ബിസിനസ്സിൻ്റെ ഭാഗമാണ്. മാലിന്യമുക്ത നാടെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം.